എന്തിനാണ് കെ ബി ഗണേഷ് കുമാർ എന്നെ അത്രയ്ക്ക് മുറിവ് ഏൽപ്പിച്ചതാണ്. എന്റെ 2 സിസ്റ്ററിന്റെ ആൺമക്കളെയും ചേർത്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ്. 2021 അയാളുടെ ഏതൊരു ഫ്രണ്ട്, എന്റെ സിസ്റ്ററിന്റെ മോന്റെ എൻഗേജ്മെന്റിന് വന്നവനാണ് അയാൾ. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. എന്റെ സിസ്റ്ററിന്റെ മോന്റെ എൻഗേജ്മെന്റിന് വന്നതിന് എന്റെ സിസ്റ്ററിന്റെ മോൻ എന്ന് പറഞ്ഞാൽ എന്റെ മോനാണ്. ഞാൻ അവനെ കയ്യിൽ വാങ്ങിച്ചത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഗണേഷ് കുമാറിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടി മായ വിശ്വനാഥ് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അറിയാലോ, കുറച്ച് ദിവസങ്ങളായിട്ട് മായ ഇങ്ങനെ ഓരോരോ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നടിയായ സരയു ഒരു വിഷമാണ്, കുത്തിത്തിരിപ്പാണെന്നൊക്കെ മായ പറഞ്ഞിട്ട് അധിക ദിവസം ആയിട്ടില്ല. അതിനിടയിലാണ് ഗണേഷ് കുമാറിനെതിരെയുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. ഇനി ഈ സീസണിൽ ബിഗ് ബോസിൽ മായയെ കാണേണ്ടി വരുമോ എന്തോ. അല്ല, ഇത്രയും കാലം എവിടെയും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോരോ ഇന്റർവ്യൂകൾ കൊടുത്ത് ലൈംലൈറ്റിൽ ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ല, ബിഗ് ബോസ് തുടങ്ങാനാകുമ്പോൾ പലരും മുമ്പ് ഈ പരിപാടി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും മായ ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടോ. വേറെ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ പല വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ഒരു ടോക്ക് നടത്തിയതുണ്ട്, അതങ്ങ് ഞാൻ പറയും. അതിപ്പോ ഞാൻ അവർ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങ് വലിച്ചു കീറി ഒട്ടിക്കും, അത്രേ ഉള്ളൂ. പ്രിയങ്ക ചേച്ചി നാറും. അതിനുള്ള 2 മരുന്ന് എന്റെ കയ്യിലുണ്ട്. പ്രിയങ്ക ചേച്ചി ഈ ഇടയ്ക്ക് നടന്നതും അല്ലാതെ നടന്നതും. പ്രിയങ്ക ചേച്ചി എന്ന് പറയുന്ന അവരെ ചേച്ചി എന്ന് തന്നെ എനിക്ക് വിളിക്കാൻ. അവരന്ന് ഞാൻ അഡോർ കമ്മിറ്റിയുടെ ഒരാളെ എടുക്കാൻ പറ്റില്ല എന്ന് പേര് പറഞ്ഞ സമയത്ത് മായ അതൊരു പറഞ്ഞു. അവൻ നിങ്ങളാരും പറയാം, അത് എന്റെ അഭിപ്രായമാണ്. നിങ്ങൾ പല സ്ഥലത്ത് അഭിപ്രായം പറയാൻ വരുന്നുണ്ടല്ലോ, ഞങ്ങൾ ആരും അത് നോ പറയാൻ വരുന്നില്ലല്ലോ. ഇത് എന്റെ അഭിപ്രായമാണ്, അത് പറ്റില്ല. ആ ആളുടെ പേരിലും കേസുണ്ട്. അപ്പൊ ആളെന്തിനാണ് അവിടെ അഡോർ കമ്മിറ്റിയിൽ വരുന്നത്? പക്ഷെ ആള് അഡോർ കമ്മിറ്റിയിൽ വന്നു, അത് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അല്ല, അത് ഞാൻ എന്തായാലും അത് നമുക്ക് ഇതില് എന്തിനാണ് കെ ബി ഗണേഷ് കുമാർ, എനിക്ക് താല്പര്യമില്ല കെ ബി ഗണേഷ് കുമാർ അഡോർ കമ്മിറ്റിയിൽ വന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം. അഡ്ഹോക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. അമ്മയുടെ താൽക്കാലിക കമ്മിറ്റിയാണ് അഡ്ഹോക് കമ്മിറ്റി എന്നുള്ളത് കൊണ്ട് മായ ഉദ്ദേശിച്ചത്. ശ്വേത മേനോൻ പ്രസിഡന്റ് ആയിരുന്ന കമ്മിറ്റി ഒരുപാട് വിവാദങ്ങൾക്കൊടുവിൽ ഈ ഇടെയാണല്ലോ രാജിവെച്ച് പോയത്. അതിനുശേഷം രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക കമ്മിറ്റി രൂപം കൊണ്ടു. അതിൽ നമ്മുടെ ഗണേഷ് കുമാറും ഉണ്ട്. ആർക്കിപ്പോ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇലക്ഷൻ തോറ്റത് കൊണ്ട് തന്നെ ഇനിയിപ്പോ ആ പരിപാടി നോക്കണ്ട. പിന്നെ അങ്ങനെ ഒരുപാട് സിനിമകളിലൊന്നും പുള്ളിക്കാരൻ അഭിനയിക്കാറുമില്ല. എന്തായാലും അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് ഗണേഷ് കുമാർ വന്നപ്പോ അതിൽ പലർക്കും എതിർപ്പ് ഉണ്ടായിട്ടുണ്ടാവണം. കാരണം ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല, പെണ്ണ് വിഷയങ്ങൾ അടക്കം ഇഷ്ടംപോലെ വിവാദങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ഒരാളും കൂടിയാണ് ഇയാൾ. പണ്ട് ഇയാളുടെ സ്വന്തം അച്ഛൻ ഇയാളെ കുറിച്ച് എന്താണ് പറഞ്ഞെന്നുള്ളത് ആരും മറന്നിട്ടില്ലല്ലോ അല്ലെ. എന്തായാലും ഗണേഷ് കുമാറിനെ അഡ്ഹോക് കമ്മിറ്റിയിൽ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മായ അതിനെ എതിർത്തു. മായക്ക് അതിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഗണേഷ് കുമാറിനെ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് എടുത്തതിനെ മായ എതിർത്തപ്പോൾ അന്ന് മായയും പിന്നെ പ്രിയങ്ക എന്ന് പറഞ്ഞ മറ്റൊരു നടിയും തമ്മിൽ ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ തൊട്ടു മുമ്പ് പ്ലേ ചെയ്ത ക്ലിപ്പിന് തുടക്കത്തിൽ മായ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അഡ്ഹോക് കമ്മിറ്റിയിൽ ഗണേഷ് കുമാറിനെ എടുത്തതിനെ എതിർക്കുന്നതിൽ മായക്ക് മായയുടേതായ കാരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ. അതെന്താണെന്നുള്ളത് മായ തുടർന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കേട്ടോക്കാം. കാരണം ചിലപ്പോൾ നേതാവ് നിലയിൽ ഇപ്പൊ പരാജയമാണ്, തോറ്റപ്പോ തന്നെ മനസ്സിലായി. വ്യക്തി നിലയിലും ഭയങ്കര പരാജയമാണ്. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, എന്നെ അത്രയ്ക്ക് മുറിവ് ഏൽപ്പിച്ചതാണ്. എന്റെ 2 സിസ്റ്ററിന്റെ ആൺമക്കളെയും ചേർത്ത് സംസാരിച്ച ഒരു വ്യക്തിയാണ്. 2021 അയാളുടെ ഏതൊരു ഫ്രണ്ട്, എന്റെ സിസ്റ്ററിന്റെ മോന്റെ എൻഗേജ്മെന്റിന് വന്നവനാണ് അയാൾ. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. എന്റെ സിസ്റ്ററിന്റെ മോന്റെ എൻഗേജ്മെന്റിന് വന്നതിന് എന്റെ സിസ്റ്ററിന്റെ മോൻ എന്ന് പറഞ്ഞാൽ എന്റെ മോനാണ്. ഞാൻ അവനെ കയ്യിൽ വാങ്ങിച്ചത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ചേച്ചി പ്രസവിച്ച സമയത്ത് മൂത്തവനെ കയ്യിൽ വാങ്ങിച്ചവനാണ് ഞാൻ. അതിന്റെ ചേച്ചിയുടെ 2 ആമക്കളെയും ചേർത്ത് ചേച്ചിയുടെ മോന്റെ കല്യാണ ഫോട്ടോയിൽ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഇടിപ്പിൽ കൈയിട്ട്, എന്റെ ചേച്ചിയുടെ മക്കളുടെ ഇടിപ്പിലല്ല നാട്ടുകാരുടെ പയ്യന്മാരെ ഇടിപ്പിച്ചെന്ന് എനിക്ക് കൈയിടാൻ പറ്റുമോ? ഇത് പറയാം അയാളാര്? അപ്പൊ ഞാൻ അയാളെടുത്ത് ചോദിച്ചു, അയാളില്ലെങ്കിൽ പറയട്ടില്ല എന്ന് എന്നോട്. അയാൾ പറഞ്ഞ അല്ലെ, അയാളടുത്ത് ഏതോ ഫ്രണ്ട് പറഞ്ഞു ചേച്ചിയുടെ 2 മക്കളും കൊണ്ട് നടക്കണ ഞാൻ കൊണ്ട് നടക്കുന്ന പയ്യന്മാരാണെന്ന്. എത്ര വൃത്തിയായിട്ടൊരുത്തനാണ്. അന്ന് ഞാൻ ആലോചിച്ചു 2020 ഇനി ഇയാൾ ജയിക്കില്ല എന്ന്. ഇയാളെ ഞാൻ വെറുത്തു പോയതാണ് അവിടെ. അതെന്തായാലും വളരെ മോശം പരിപാടിയായി പോയി. സ്വന്തം സഹോദരന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ തന്നെയാണ്. അവരെ ചേർത്ത് വൃത്തികേട് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അതിനിപ്പോ എന്താ പറയാ. മായയുടെ വീട്ടിൽ ഏതോ പരിപാടിക്ക് പങ്കെടുത്ത ഗണേഷ് കുമാറിന്റെ ഒരു ഫ്രണ്ടാണ് ഗണേഷ് കുമാറിനോട് ഈ സംഭവം പറയുന്നത്. പരിപാടിയുടെ അന്ന് ഫോട്ടോ എടുക്കലും മറ്റു പരിപാടികളും ഒക്കെയായി. മായ ചിലപ്പോൾ സഹോദരിയുടെ മക്കളെ എടുത്ത് നന്നായി ഇടപഴകി കാണണം. അത് കണ്ട് ഗണേഷ് കുമാറിന്റെ ഫ്രണ്ട് നേരെ ഗണേഷ് കുമാറിനോട് പോയി പറയുന്നു മായ സഹോദരിയുടെ മക്കളുമായിട്ട് വേറെ പരിപാടിയാണെന്ന്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗണേഷ് കുമാർ മായയോട് പറയുന്നു. എന്താണ് പറയുന്നത്? ഈ ചെക്കന്മാരെ കൊണ്ട് നടക്കാണെന്നാണല്ലോ കേട്ടത്. മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞു കാണണം. അങ്ങനെയാണ് മായ പറയുന്നത്. പിന്നെ ഗണേഷ് കുമാറിൽ നിന്ന് നമ്മളിതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു വൃത്തികേടാണ്. ആ കുട്ടിയുടെ വലിയമ്മയാണ് മായ, അതായത് സ്വന്തം മക്കള് തന്നെയാണ്. മായ അവരോട് അടുത്തിടെ പഴകുന്നത് കാണുന്ന ഗണേഷ് കുമാറിന്റെ ഫ്രണ്ട് വൾഗറായി ചിന്തിച്ചിട്ട് അത് നേരെ ഗണേഷ് കുമാറിന്റെ അടുത്ത് പോയി പറയുന്നു. ഒരു ഉളുപ്പുമില്ലാതെ ഗണേഷ് കുമാർ അത് നേരെ ചെന്ന് മായയോട് പറയുന്നു.
എന്തായാലും ഇയാളുടെയൊക്കെ മനസ്സിലുള്ള വൃത്തികേട് എത്രത്തോളാണെന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വെറുതെ പെണ്ണ് വിഷയത്തിൽ ഇയാൾക്കെതിരെ ഇടയ്ക്കിടെ ഓരോരോ ആരോപണങ്ങൾ വരുന്നത്. ഇതൊക്കെയല്ലേ കയ്യിലിരിപ്പ്. എന്തായാലും മായക്ക് പറയാനുള്ള ബാക്കിയുടെ കേട്ടോക്കാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇതറിയാം. കാലടി ഓമന ആന്റിക്ക് അറിയാം, ജീജ സുരേന്ദ്രൻ അറിയാം, പലർക്കും അറിയാം ഈ ഒരു കാര്യം. ഇത് ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയോ. ഇതുവരെ പറയാൻ ഇരിക്കാത്തൊരു കാര്യമാണ്, ആർക്കും അറിയില്ല. ഞാൻ അയാൾ പോകുന്ന പല സ്ഥലത്ത് അയാളുടെ ഇപ്പത്തെ ഇലക്ഷൻ വർക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ സിസ്റ്ററിന്റെ മോന്റെ എൻഗേജ്മെന്റ് എൻ്റെ ഫാമിലിയായിട്ട് അയാൾക്ക് അത്രയും അടുപ്പമുണ്ട്. എൻ്റെ അച്ഛനും രാഷ്ട്രീയ നേതാവാണ്. എൻ്റെ അച്ഛനും അയാളുടെ അച്ഛനും അയാളുടെ അച്ഛൻ കേരള കോൺഗ്രസ്, എൻ്റെ അച്ഛൻ ഇന്ദിരാ. അന്ന് എൻ്റെ അച്ഛനെ എൻ്റെ അടുത്ത് എപ്പോഴും കെ പി ഗണേഷ് മായ കാണുമ്പോൾ മായയുടെ അച്ഛനെ എനിക്കറിയാം. എൻ്റെ അച്ഛനെ അച്ഛാന്ന് അയാൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരിയാണ്, നിങ്ങൾ നേരത്തെ വന്നു, എൻ്റെ അച്ഛനെ അറിയാം. ആ ആള് എല്ലാം അറിയാവുന്ന ആള് പറയണേ എൻ്റെ ചേച്ചിയുടെ 2 മക്കളെ ഞാൻ വെച്ചോണ്ടിരിക്കുകയാണെന്ന്. അതെൻ്റെ ചേച്ചിയുടെ മക്കളല്ല എന്ന് എങ്ങനെ അയാൾക്ക് പറയാൻ തോന്നി? തിരിച്ചും ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മ 2 മക്കളെയും നിങ്ങളുടെ 2 മക്കളെ ചേർത്ത് വെച്ചത് ആ കണ്ണോടാണ്. കണ്ടോണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തെറ്റുണ്ടോ ഞാൻ പറഞ്ഞത്? അല്ലെ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാര്യ, നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ 2 മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് കിടന്നുകൊണ്ട്, അത് ആ അർത്ഥത്തിലാണോ? നിങ്ങളുടെ മൂത്ത ചേച്ചിയുടെ മോളുടെ തോളിക്കൂടെ കൈയിട്ടുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ഫോട്ടോ, അത് നിങ്ങൾ ആ അർത്ഥത്തിലാണോ? ആണോ എന്ന് വെച്ചു. ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്ത് കാണുന്ന എല്ലാവരെയും ആ രീതിയിൽ കാണാൻ പറ്റുള്ളൂ. അനാവശ്യം പറയില്ല. ഞാൻ പിന്നെ നിങ്ങളുടെ നെഞ്ചി കുത്തിപ്പ് ചോരയാ. അപ്പൊ എന്റെ നെഞ്ചിൽ കുത്തിപ്പ് എന്ത് ടൊമാറ്റോ സോസ് ആണോ അവിടെ വരുന്നത്? തക്കാളിയൊന്നും അല്ല വരണത്. അതെന്തായാലും മാസായി. ആ തക്കാളി സോസ് പരാമർശം പൊളിച്ചു. എന്നാലും തിരിച്ചു പറഞ്ഞപ്പോൾ അയാളുടെ അമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെ ഒന്ന് ഒഴിവാക്കാമായിരുന്നു. അയാൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ തിരിച്ചും വൃത്തികെട്ട രീതിയിൽ മറുപടി കൊടുക്കേണ്ടിയിരുന്നില്ല. നല്ല മറുപടി തന്നെ കൊടുക്കണം, പക്ഷെ വേറെ രീതിയിൽ കൊടുക്കാമായിരുന്നു. എന്തായാലും അയാൾക്ക് വയറ് നിറച്ച് കൊടുത്തല്ലോ, നല്ല കാര്യം. ഇവനൊക്കെ ഇടയ്ക്കിടെ എങ്ങനെ കിട്ടണം, എന്നാലും അവനൊക്കെ പഠിക്കൂ. എന്നൊരു ബാക്കിയുടെ കണ്ടോക്കാം. അവിടുന്ന് രക്തമാണ് പൊടിയുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, അന്ന് ഞാൻ അയാളെ വെറുത്തതാണ്. അയാൾ ഒരു നേതാവ് നിലയിൽ, വ്യക്തി നിലയിൽ അയാൾ പരാജയമാണ്. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെ നേതാവായിട്ട് നമ്മൾ കാണും? ഇങ്ങനൊരു കാഴ്ചപ്പാടിനെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് പറയണമെങ്കിൽ നിങ്ങൾക്കത് പറയാമായിരുന്നു. എനിക്ക് ആ ഫാമിലി അറിയാം. പിന്നെ ആ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കല്യാണാലോചന ഞങ്ങളുടെ കുടുംബത്തിൽ വരണ്ട, അവിടെ നിന്ന് അങ്ങോട്ടും പറയണ്ട. പിന്നെ ഞാനൊരു പെണ്ണാണെങ്കിൽ, എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഞാൻ ജീവിക്കുക എൻ്റെ അച്ഛൻ്റെ അമ്മ അടുത്തും പറയും. എനിക്ക് കേസ് പറയാൻ റൈറ്റ് ഉണ്ട് അല്ലേ? എൻ്റെ ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കണ്ട. അയാളെ പോലെ ഞാൻ ലോകത്ത് ഇതെല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ടാണ് കെ പി ഗണേഷ് കുമാർ അഡോർ കമ്മിറ്റിയിൽ വേണ്ടാന്ന് ഞാൻ പറയാൻ കാരണം. അപ്പം പൂജപ്പുര രാധാകൃഷ്ണൻ ഇറങ്ങിപ്പോകുന്നു പറഞ്ഞു എന്നോട്. അയാൾ ആരെന്നെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു? അയാളാണോ എനിക്ക് അവിടെ അംഗത്വത്തിന് കാശ് കൊടുത്തത്? ഞാൻ ചോദിച്ചു, ഇയാളാണോ എനിക്ക് അംഗത്വത്തിന് കാശ് തന്നത്? അത് പറഞ്ഞു, ഇയാളാണോ എൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചു. അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു പറഞ്ഞു. അപ്പോഴാണ് പ്രിയങ്ക ചേച്ചി, ഗണേഷ് ഏട്ടൻ വേണം. അത് പ്രിയങ്ക ചേച്ചി പിന്നെ എവിടെയും ചാടി കയറുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായമല്ല എന്ന്. ശരിയല്ലേ, അത് എൻ്റെ അഭിപ്രായമല്ലേ? ഇങ്ങനെയുള്ള ഒരാൾ പിന്നെ അങ്ങയുടെ പേരിൽ കേസുണ്ട്. എനിക്ക് തോന്നുന്നു കേസ് ഇല്ല എന്നുള്ള ഒരു കേസ് വന്നതാണല്ലോ. എന്തിനാണ് കേസ് വന്നവരൊക്കെ എൻ്റെ അകത്ത് നിൽക്കുന്നത്? പിന്നെ എനിക്ക് തോന്നുന്നു പത്മ കഫേയുടെ കൊട്ടാരക്കര NSSന്റെ ആണല്ലോ, അതിലെന്തോ ഒരു കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാണ് നിൽക്കുന്നത് അഡോർ കമ്മിറ്റിയിൽ? ഞാൻ പറഞ്ഞില്ല എന്താ കുഴപ്പം? ഇപ്രാവശ്യം ഒരു ഇലക്ഷൻ വിളിച്ചു, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇതിന് ഇങ്ങനത്തെ ഒരാൾക്ക് ഇലക്ഷന് പോയി വർക്ക് ചെയ്യേണ്ട ആവശ്യം? ആഹാ, കൊള്ളാലോ. നമ്മുടെ ഗണേശ് ചേട്ടൻ ഇത്രയൊക്കെ ചെയ്തു വെച്ചതും പോരാ, എന്നിട്ട് ഇലക്ഷൻ വന്നപ്പോ പ്രചരണത്തിന് വരണമെന്ന് പറഞ്ഞ് മായ ചേച്ചിയുടെ പിറകെ പോയേക്കുന്നു. കൊള്ളാം. എന്തായാലും ഇയാളൊക്കെ തൊലിക്കെട്ടി നോക്കണം. എന്തായാലും മായ ചേച്ചി ഇയാൾ ആട്ടി വിട്ടോ, അത് വേറെ കാര്യം. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ അടുത്ത കാലത്തായി മായ ചേച്ചി ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്താറുണ്ട് എന്നുള്ളത്. അതിൽ പലതും നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യമാവാനാണ് സാധ്യത. കാരണം അയാളുടെ കയ്യിലിരിപ്പ് ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇത്തവണയും നമ്മുടെ മായ ചേച്ചി സരയുവിനെ വെറുതെ വിട്ടില്ലേ കേട്ടോ. സരയുവിനെ കുറിച്ച് ഈ ഇന്റർവ്യൂവിലും പുള്ളിക്കാരൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും കേട്ടോക്കാം. അപ്പം പെട്ടെന്ന് പൊന്നൂസ് ആൻറ്റി സ്റ്റേജിൽ വന്നിട്ട് സരുവിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. കുടുംബം കഴിഞ്ഞ വർഷത്തെ കുടുംബസംഗമത്തിന് ഞാൻ പോയില്ലായിരുന്നു. കുടുംബസംഗമം തുടങ്ങിയതെന്ന് പറഞ്ഞത് ബാബുരായ് ചേട്ടനും ആ ടീം ഇരുന്നപ്പോഴാണ് അവർ തുടങ്ങിയത്. അപ്പം ഞാൻ പോയില്ല, ചില കാരണങ്ങൾ കൊണ്ട് പോയില്ല. അപ്പൊ പൊന്നൂസ് ആൻറ്റി ഇങ്ങനെ സരുവിനെ കുറിച്ച് പറഞ്ഞപ്പം നമ്മളെല്ലാവരും അതിശയിച്ചു. അന്ന് അടുത്തിരുന്ന ചാക്കോച്ചനായാലും എല്ലാവരും നമ്മളൊക്കെ ചിരിച്ച് അതിശയിച്ചു പോയി സരുവിനെ കുറിച്ച് വേണമെന്ന്. പക്ഷെ അതിലൊരു സത്യം ഉണ്ടായിരുന്നു. ഈ കുടുംബ സംഗമത്തിലും സരുവിന്റെ യഥാർത്ഥ മുഖം കണ്ടവളാണ് ഞാൻ. അത് മാത്രമല്ല, അന്ന് എനിക്ക് പൊന്നമ്മാൻ്റെ അടുത്ത് ആ സ്പോട്ടിൽ ഞാൻ അവിടെ വെച്ച് എനിക്കിങ്ങനെ പൊന്നമ്മാൻ്റെ നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് പൊന്നമ്മാൻ്റെ അത് എങ്ങനെ റെസ്പോണ്ട്, ഞാൻ മനസ്സിൽ പൊന്നൂസ് ആൻറ്റിക്ക് ഒരുപാട് സോറി പറഞ്ഞു. അന്ന് പൊന്നൂസ് ആൻറ്റി പറഞ്ഞ കറക്റ്റാണ്. അപ്പം ഇതേപോലെ പൊന്നൂസ് ആൻറ്റി ആ ഗ്രൂപ്പിൽ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, എന്തിനാണ് സരു നിങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പിലല്ല ചർച്ച ചെയ്യുന്നത്. എന്താണ് പറഞ്ഞത്? പൊന്നൂസ് ആൻറ്റി പറഞ്ഞു, സരു ഒരു കമാൻഡിങ് പവറാണ്, സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റില്ല, വളരെ മോശമായിട്ടാണ് വാക്കുകൾ പ്രയോഗിക്കണം എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾക്കൊക്കെ അതിശയമായിരുന്നു.
അപ്പോൾ ഇത് ഗ്രൂപ്പിലും വന്ന് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് ഇത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഞങ്ങളെല്ലാം കുറേ പേര് പോയി, ഞങ്ങളെല്ലാം അതിൽ നിന്ന് മാറി. നീനാക്കുറുപ്പ് ചേച്ചി, മാല പാർവതി, ഞാൻ, അങ്ങനെ കുറച്ച് പേര് ആ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ മാറി. ഈ ഒരു കാര്യത്തിലാണ്. അന്ന് സരു എനിക്ക് താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സരുവിൻ്റെ യഥാർത്ഥ മുഖം കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ, ഈ വർഷത്തെ എലക്ഷൻ, ഓഗസ്റ്റ് 15 എലക്ഷൻ, സെക്കൻഡ് ശ്വേതാ മേനോന്റെ എലക്ഷൻ വന്നപ്പം അതുവരെ സ്ത്രീകൾ വരണമെന്നുള്ള മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഓൺലൈനും മാധ്യമങ്ങളെല്ലാം വന്നപ്പം സരുവിൻ്റെ ആ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. സരു നമ്മൾ ചോദിക്കും ഭയങ്കര ബോൾഡ് അല്ല, ധാർഷ്ട്യം, അഹങ്കാരം, നിങ്ങളൊക്കെ പോയ ശല്യം ചെയ്യാതെ അത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത ഒരു മീഡിയയോട് കാണിച്ച ആറ്റിറ്റ്യൂഡ് കണ്ടപ്പം സത്യം പറഞ്ഞ ഷോക്കായിരുന്നു. അപ്പൊ തന്നെ മാലാപാർവതി ഇറങ്ങിപ്പോയി. ഇതൊക്കെ ഇപ്പൊ ഇത്ര വലിയ സംഭവമാക്കേണ്ട ആവശ്യമുണ്ട്? ഓൺലൈൻ മീഡിയക്കാരോട് എന്തോ പറഞ്ഞു വെച്ച് സരയു മോശക്കാരിയാവോ? സരയുവിന്റെ നെഗറ്റീവ് ആയിട്ട് മായ പറഞ്ഞത് സരയുവിന് എന്തോ കമാൻഡിങ് പവർ ആണ് എന്നൊക്കെയാണ്. അല്ല, കമാൻഡിങ് പവർ ഉള്ളതും മോശം കാര്യമാണോ? നല്ല കാര്യമല്ലേ? പിന്നെ സരയു സീനിയേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ധാർഷ്ട്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോ എന്താണെന്നറിയോ, ഇവര് തമ്മിൽ തന്നെ ആകെ പ്രശ്നങ്ങളാണ്. ഈഗോ കോംപ്ലക്സ്, അസൂയ തുടങ്ങിയ എല്ലാ കുന്നായ്മകളും ഇവർക്കിടയിലുണ്ട്. പോരാത്തതിന് കുറെ ഗ്രൂപ്പുകളും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയലാണ് ഇവരുടെ മെയിൻ പരിപാടി. അതുകൊണ്ട് തന്നെ ആര് പറയുന്നതും പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മായക്ക് സരയുവിനോട് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. സരയുവിന്റെ ഭാഗത്തും ചിലപ്പം തെറ്റുകൾ ഉണ്ടാവാം. മറ്റേ അൻസിബ ടീനിട്ടോം വിഷയത്തിലൊക്കെ ഈ പറയുന്ന സരയു ടിനിടോമിന്റെ കൂടെയും ശ്വേതാമേനന്റെ കൂടെയും ഒക്കെയാണ് നിന്നത് എന്നൊക്കെയാണ് മായ പറയുന്നത്. ആ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ കാര്യത്തിലൊന്നും നമ്മൾ ഒരിക്കലും സരുവിനെ സപ്പോർട്ട് ചെയ്യൂല. കാരണം എനിക്ക് അൻസിബിന്റെ ഭാഗത്താണ് ശരിയുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ മായ ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അത് ഈ സിനിമാ താരങ്ങൾക്കിടയിലുള്ള പല ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഈഗോ ക്ലാച്ചിന്റെ ബാക്കി പത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മായ ചേച്ചി ഇനിയും എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്, എല്ലാം കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും കുറച്ചു കാലമായിട്ട് സിനിമാക്കാർ മൊത്തത്തിൽ നാറ് പണ്ടാറടിക്കുന്നു പറഞ്ഞാൽ മതിയല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തമ്മിൽ തല്ലും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയാണ് ഇവരുടെ ഇതെന്ന് തന്നെ പറയേണ്ടി വരും. പണ്ടൊക്കെ സിനിമാ താരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ നിലയും വരെയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ പോയി. പണവും പിടിപാടും പ്രശസ്തിയും എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുമ്പോൾ ചില മനുഷ്യന്മാർക്ക് എത്രത്തോളം അധപ്പതിക്കാൻ കഴിയും എന്നതിന്റെ തെളിവായിട്ട് പല സിനിമാക്കാരും ഇപ്പൊ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനെല്ലാം ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.